അങ്ങൊരാൾക്ക് ഭസ്മം തൊട്ട് കൊടുക്കുമ്പോ അദ്ദേഹം ബോധക്ഷയം സംഭവിക്കുന്നുണ്ട് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അദ്ദേഹം മയങ്ങി വീഴുന്നുണ്ട്. ഇതൊക്കെ ഒരു തരത്തിലുള്ള പറ്റിക്കലാണെന്ന് ഞാൻ പറയും. ഞാനിപ്പം ഈവെന്റിൽ നിങ്ങൾ ചോദിച്ചാൽ അവിടെ എത്തുന്ന സമയത്ത് ഒരു മന്ത്രം ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ വന്ന് നിന്ന് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ആൾക്കാർ തന്നെ താഴോട്ട് വീഴും. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ സാധാ മനുഷ്യനെ പോലെയാണ് ശ്വാസഗതി എടുക്കുന്നതാണ്. അല്ല, ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിലും അറിയാം ഞാൻ വളരെ കുറവാണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. മൂക്കിൽ എന്തെങ്കിലും പഞ്ഞി എന്തെങ്കിലും കുത്തി കയറ്റി വെച്ചാലും ഞാൻ ജീവിച്ചിരിക്കും ഇവിടെ. കാരണം മനുഷ്യനല്ലേ അപ്പം? അല്ല, നട്ടലിലൂടെയാണ് പ്രാണഗതി സഞ്ചരിക്കുന്നത്. നട്ടലിനെ പാകപ്പെടുത്തുവാണ്. ഈ ബ്രഹ്മചാര്യം എന്നൊക്കെ കേട്ടല്ലേ, ബ്രഹ്മചാര്യം, സന്യാസം, ഇതൊക്കെ തന്നെ വീര്യം, നമ്മുടെ സെക്ഷൽ എനർജി. ആത്മീയത എന്ന് പറയുന്നത് സെക്ഷലാണ്. ആ കാമ ഊർജ്ജത്തെയാണ് നമ്മൾ വീര്യമാക്കി തീർക്കുന്നത്. 11-12 തവണ എടുക്കുന്നുണ്ട്, യോഗി ഒരു തവണയല്ലോ എടുക്കത്തുള്ളൂ. അത് മതി എന്നുള്ളതാണ്. അത് മതി എന്ന് വെച്ചാൽ ബോധം ആ തരത്തിലാണ് നിലനിർത്തുന്നത്. ഞാൻ ഭൂമി സമാധി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ ഒരു ശ്വാസം ഇല്ലെങ്കിൽ പോലും 3-4 ദിവസം ശ്വാസം ഇല്ലാതിരിക്കും, ഒരു ഭക്ഷണവും ഇല്ലാതിരിക്കും. തേനുണ്ടല്ലോ, തേനിന്റെ പശ കൊണ്ട് 2 മൂക്കുകളും അടയ്ക്കും. എന്നിട്ടാണ് അവര് ധ്യാനത്തിന് ഇരിക്കുന്നത്. ശ്വാസം വലിക്കുകയും ഇല്ല, ഭക്ഷണം കഴിക്കുകയും. ഇത് ജീവനാന്നുള്ള തിരിച്ചറിവിലാണ്. അവര് തന്നെ പരീക്ഷിക്കുകയാണ് അവർ ശിവനായോ എന്ന്. ശിവനായി കഴിഞ്ഞാലാണോ അങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നത്? നമുക്ക് ഉപാസന മാർഗമൊന്നുമില്ല. ഇല്ല. അതെ, ഉപാസന ചെയ്യാനായിട്ട് ഉപാസന ചെയ്തുകൊണ്ട് അത് ദോഷമുള്ളതല്ല. ഉപാസന എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ദൈവം എന്ന് പറയുമ്പോഴും, ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഈ ഇത്രയും ആരോഗ്യമുള്ള സമാധി എന്ന് പറയുന്നത്. അതെ, അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. സമചിത്തതയാണ് പറയുന്നത്. അവിടെയുള്ള ബെനിഫിറ്റ് അല്ല എന്ന് വെച്ചാൽ എല്ലാം ഭൗതിക ജീവിതത്തിന്റെ കാഴ്ചപ്പാടേ അല്ല. അവിടെ ജീവനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രവണതയായി തീരും. ആദിഗുരു ആരാണെന്ന് ഞാൻ ചോദിച്ച, ആദിഗുരു ആരെന്ന് വെച്ചാ ഒരു മനുഷ്യരുടെ എനർജി. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതൊരു എനർജി ആണെന്ന് പറയോ? അങ്ങനെ ചോദിച്ചാൽ എനർജി ആണോ എന്ന് പറയാൻ ചോദിച്ചാൽ, എൻ്റെ എനർജി യൂസ് ചെയ്യുന്നത് എൻ്റെ ശിഷ്യർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. എൻ്റെ എനർജി കൊണ്ട് ആവശ്യമുള്ളവർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവർ പരിണാമപ്പെടുന്നുണ്ട്. അത് ആ തലത്തിൽ. എന്നാൽ സാധാരണ ഇതിൽ നോക്കുമ്പോൾ നിങ്ങളുമായിട്ട് ഇത് സംസാരിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നു. ഇതിന് ശേഷം എൻ്റെ ജീവിത തലത്തിൽ നോക്കുമ്പോൾ ഞാൻ വെറും ഒരു മനുഷ്യൻ. എൻ്റെ തലച്ചോറിലൊന്നുമില്ല. ഞാൻ ഇതിനൊന്നും ഒന്നും കൊണ്ട് നടക്കുന്നില്ല. അവിടെ സ്വതന്ത്രമായി തന്നെയാണ് ജീവിക്കുന്നത്. അതേ കാര്യപ്രവൃത്തിയിലോട്ട് എത്തുമ്പം അതിനുള്ള തലം തന്നെ വരും. ഏതെങ്കിലും ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ മറുപടി തന്നില്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഉപാസനകളുണ്ടോ? നമുക്ക് ഉപാസന മാർഗമൊന്നുമില്ല. ഇല്ല. അതെ, ഉപാസന ചെയ്യാനായിട്ട് ഉപാസന ചെയ്തുകൊണ്ട് അത് ദോഷമുള്ളതല്ല. ഉപാസന എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ദൈവം എന്ന് പറയുമ്പോഴും, ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതെ, നമ്മുടെ ഉള്ളിലൊരു സത്താണ്. എന്നാൽ അത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മൈൻഡല്ല. ദൈവവും ഞാനും ഒന്നാണ്. അത് ഒത്തിരി അകലെയാണ്. എന്നാൽ ദൈവം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ശക്തിയാണ്. അത് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നുള്ളൂ. ആദ്യം ചിന്തിക്കണം. ഈ കർമ്മത്തിൻ്റെ എല്ലാം ഉടമ നമ്മളാണ്. നമുക്ക് വേറെ ആരും തരുന്നുകൊണ്ട് പണിഷ്മെൻറ്റ് തരുന്നില്ല. ഒരു ബോധവും നമ്മളിരുന്ന് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും എന്ത് ചെയ്താലും നിങ്ങൾ തന്നെ ഊർജ്ജത്തിൽ പ്രാരാബ്ധമാവുന്നുണ്ട്. ആ പ്രാരാബ്ധത്തിനെ ഒന്ന് ശുദ്ധീകരിക്കുമ്പോൾ അത് പവിത്രമാകുന്നു. അവിടെ ഈശ്വരത്വം എന്ന് വിളിക്കുന്നു. ആ പവിത്രതയെ നമ്മൾ അറിയാനായിട്ടുള്ളൊരു സ്റ്റേറ്റാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതൊരു പ്യൂരിറ്റിയാണ്, ഒരു കോൺഷ്യസ്നെസ് ആണ്. അവിടെ മാത്രമേ കർമ്മം ഇല്ലാതാവുന്നുള്ളൂ. ഈ സോള്, എല്ലാ സോളുകളും വരുന്ന ഒരു ബ്രഹ്മയന്ത്രത്തിലൂടെയാണ്. ഈ കൊച്ചുപിള്ളേർ ജനിക്കുകയാണ് ഒരു ഉച്ചയുടെ അവിടെ ഒരു കുഴി. അതേപോലെ തന്നെ ഇത് വന്നിട്ട് ബന്ധനപ്പെട്ടു പോകുമ്പോൾ, കർമ്മത്തിൽ ബന്ധനപ്പെട്ടിരിക്കുമ്പോൾ ഇതെപ്പോഴും ഈ മലദ്വാരത്തിലൂടെയാണ് താഴോട്ട് പോകുന്നത്. അതേസമയം മഹാത്മാക്കൾക്ക് മാത്രം പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കൂടെ ഇറങ്ങിപ്പോവാൻ, പ്രാണനെ. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ശരീരമാണ്, പക്ഷെ ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്ന ധ്യാനത്തിലൂടെ ഇരുന്നായിരിക്കും. ഈ ഇത്രയും ആരോഗ്യമുള്ള സമാധി എന്ന് പറയുന്നത്. അതെ, അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. സമചിത്തതയാണ് പറയുന്നത്. ഇവിടെയുള്ള പ്രശ്നങ്ങളും സഫറിങ്ങും ഒക്കെ കയറിയിട്ടല്ല ഒരു വ്യക്തി ശരീരം വിടുന്നത്. ഈ സ്റ്റേറ്റിൽ എനർജിയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ബോഡി എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് ചെയ്യുന്നു. ആ അവസ്ഥയിൽ നമ്മൾ അറിവ് സമചിത്തതയായിട്ട് യോജിക്കുന്നു. അതെങ്ങനെയാണ് ഈ ജീവന്റെ സ്വതന്ത്രമായിട്ടുള്ള അവസ്ഥയെ നമ്മൾ കോൺഷ്യസ് കൊണ്ട് മനസ്സിലാക്കിയാണ്. അവിടെ നമുക്ക് പുറമേയും സുന്ദരം, അകമേയും സുന്ദരമാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പരമാനന്ദത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് സംഭവിക്കുക? എപ്പോഴും സ്വതന്ത്രതയിൽ എന്തുമാത്രം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ദ്രിയ ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമാകുമ്പോൾ കിട്ടുന്ന എന്താണെന്നുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പറയാൻ അറിയിക്കുന്നതിൻ്റെ അപ്പുറമല്ലേ. അല്ലേ, നമ്മളിപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടും എനിക്ക് പലതിനോടും ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ, എൻ്റെ വീടിനോടും എൻ്റെ അമ്മയോടും എൻ്റെ അച്ഛനോടും ലോജിക്കലി എത്ര കണക്റ്റഡ് ആവുമെന്ന് അറിയില്ല. അതുകൊണ്ട് പറഞ്ഞാൽ ഇത് അസംബന്ധമായി പോയേക്കാം. എന്നാലും നമുക്ക് ഒന്നും തന്നെ നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള ആ സ്വതന്ത്രതയിൽ നമ്മൾ എത്തുമ്പം അതൊന്നിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മയല്ല.
നമ്മുടെ ഉത്ബോധത്തിൽ നിന്ന്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ജ്ഞാനം വന്നു തുടങ്ങുമ്പോൾ, ഉൾജ്ഞാനം ഉണ്ടല്ലോ, ഉൾജ്ഞാനത്തിന് മറ്റുള്ള ഒരാളോട് മറുപടി കൊടുക്കേണ്ടി വരുന്നില്ല. ഇപ്പൊ നമ്മുടെ അല്ലാത്തൊരു ജ്ഞാനം സ്വീകരിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ചോദ്യം ചോദിക്കും, നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളതല്ലാതെ. എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സൃഷ്ടിയുടെ ഒരു അവബോധത്തെ നമുക്ക് ഒരു കമ്പനം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന അവസ്ഥയിൽ നമ്മൾ സ്വാതന്ത്ര്യമാണ്, നമ്മളവിടെ സ്വതന്ത്രതയാണ്. അവിടെ നമുക്ക് ഈ സ്ട്രെസ്സോ ഡിപ്രഷനോ ടെൻഷനോ ലക്ഷ്യങ്ങളോ ഒന്നുമില്ലാതാണ്. നമ്മൾ വിചാരിക്കും ലക്ഷ്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സുഖം കിട്ടുന്നത്. സന്തോഷമല്ല എല്ലാവർക്കും വേണ്ടത്, ഹാപ്പിനെസ് ആണ് വേണ്ടത്. സമാധാനം പോലും എന്താ, വേറൊരു കാര്യം കിട്ടുമ്പോൾ അതിന് സന്തോഷം കിട്ടും, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ആ കിട്ടുന്ന സന്തോഷം ഒന്നും എടുത്തില്ലെങ്കിലും ഇന്ദ്രിയങ്ങളൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, നിങ്ങളുടെ ജീവന്റെ സന്തോഷം. അല്ല, ഇപ്പൊ എത്ര ആരോഗ്യമുള്ള ആളാന്ന് പറഞ്ഞാലും ശരീരം പോയാൽ പോയി, മരണം എല്ലാവർക്കും സംഭവിക്കും. ഇതൊരു ഊർജമാണ്. അപ്പം ഇതിൻ്റെ കർമ്മ പശ്ചാത്തലത്തിനെ നമ്മളൊന്ന് അറിഞ്ഞു കഴിയുമ്പം ഇതൊരു വേറൊരു ആനന്ദത്തിലേക്ക് പോവാണ്, തന്നെ ഇതൊരു ആനന്ദമായി തീരുകയാണ്. അവിടെയുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഭൗതിക ജീവിതത്തിന്റെ കാഴ്ചപ്പാടെയല്ല, അവിടെ ജീവനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രവണതയായി തീരും. അങ്ങയുടെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതിന് മുൻപ് അങ്ങയുടെ ഫേസ്ബുക്ക് പേജ് നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു വീഡിയോ ആണിത്. ഇതില് അങ്ങൊരാൾക്ക് ഭസ്മം തൊട്ട് കൊടുക്കുമ്പോ അദ്ദേഹം ബോധക്ഷയം സംഭവിക്കുന്നുണ്ട് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അദ്ദേഹം മയങ്ങി വീഴുന്നുണ്ട്. ഇതൊക്കെ ഒരു തരത്തിലുള്ള പറ്റിക്കലാണെന്ന് ഞാൻ പറയും. നിങ്ങൾ കൊള്ളാല്ല ചോദ്യം ചോദിച്ചിട്ട് വല്ലാത്തൊരു ചോദ്യം എന്നല്ലേ. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? എപ്പോഴും ഇപ്പം ഭസ്മം തൊട്ട് കൊടുത്തു, അദ്ദേഹത്തിന് ഒരു കാര്യം സംഭവിച്ചു. അപ്പൊ അദ്ദേഹത്തിന് അതിൻ്റെ ഉത്ബോധത്തിലൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. ദീക്ഷ എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഒരു നമ്മൾ അവരെ മയക്കിയിടുവല്ല, അവരെ നമ്മൾ മയക്കിയിടുന്നതല്ല. അവർ ഊർജം അവരുടെ ആജ്ഞയിലെത്തിക്കഴിയുമ്പോൾ, ചക്രങ്ങൾ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് മനുഷ്യൻ്റെ ഊർജത്തിൽ. അപ്പോൾ ചക്രങ്ങളുടെ ആജ്ഞയിലെത്തിക്കഴിയുമ്പം ഒരു ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബോധത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന സ്റ്റേറ്റല്ല എൻ്റെ ഈവെൻറ്റിൽ വരുമ്പോൾ. ഞാനിപ്പം ഈവെൻറ്റിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, അവിടെ എത്തുന്ന സമയത്ത് ഒരു മന്ത്രം ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ വന്ന് നിന്ന് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ആൾക്കാർ തന്നെ താഴോട്ട് വീഴും. അവർ തന്നെ ഇത് ദീക്ഷ കൊടുക്കുന്ന പോലെ അവർ വീണില്ല താഴോട്ട്, അതേപോലെ തന്നെ അവരെല്ലാം പല ആൾക്കാരും മയങ്ങി താഴോട്ട് വീഴും. അതെന്തുകൊണ്ടാണ്? അത് ഒരു എനർജിയുടെ കമ്പനമുണ്ട്. നിങ്ങളിപ്പോൾ ഈ കൈ ഇങ്ങനെ നന്നായി വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എനർജി, ഇങ്ങനെ ഒരു എന്തോ ഒന്ന് തട്ടുന്നത് പോലെ തോന്നും. അപ്പം ഇതിൻ്റെ വർധനവ് കൂടിക്കഴിയുമ്പോൾ ഒരു മനുഷ്യന് അവൻ്റെ നട്ടലി താങ്ങില്ല. ഈ യോഗ ചെയ്യുന്ന എന്തിനാ, ഹഠയോഗ ചെയ്യുന്ന എന്തിനാ, അംഗമർദ്ദന ചെയ്യുന്ന എന്തിനാ, നട്ടലിനെയാണ് പാകപ്പെടുത്തുന്നത്. നട്ടലാണ് ഈ ഊർജ്ജത്തെ കടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ സാധാ മനുഷ്യനെ പോലെയാണ് ശ്വാസഗതി എടുക്കുന്നതാണ്. അല്ല, ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിലും അറിയാം ഞാൻ വളരെ കുറവാണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. വേണേൽ നിങ്ങൾ എൻ്റെ മൂക്കിൽ എന്തെങ്കിലും പഞ്ഞി എന്തെങ്കിലും കുത്തി കയറ്റി വെച്ചാലും ഞാൻ ജീവിച്ചിരിക്കും ഇവിടെ. കാരണം മനുഷ്യനല്ലേ അപ്പോൾ? അല്ല, നട്ടലിലൂടെയാണ് പ്രാണഗതി സഞ്ചരിക്കുന്നത്. സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ എപ്പോഴും സമാധി പോകുന്ന എന്തുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ലാതെ നട്ടലിനെ പാകപ്പെടുത്തുവാണ്. ഈ ബ്രഹ്മചാര്യം എന്നൊക്കെ കേട്ടല്ലേ, ബ്രഹ്മചാര്യം, സന്യാസം, ഇതൊക്കെ തന്നെ വീര്യം, നമ്മുടെ സെക്ഷൽ എനർജി. ആത്മീയത എന്ന് പറയുന്നത് സെക്ഷലാണ്. ആ കാമ ഊർജ്ജത്തെയാണ് നമ്മൾ വീര്യമാക്കി തീർക്കുന്നത്. ആ വീര്യം നട്ടലിലൂടെ സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ മാത്രമാണ് ഇത് സമാധി അവസ്ഥയിലെത്തുന്നത്. അത് താഴത്തെ ചക്രത്തിൽ നിൽക്കുമ്പോൾ അത് പുറകിലോട്ട് തള്ളിക്കളയാനുള്ള പ്രവണത ഉണ്ടാകുന്നത്. അതേസമയം അത് ഉയർന്ന് ഇവിടെ എത്തുന്ന സമയത്ത് അത് വേറൊരു ആനന്ദമായി തീരും. അപ്പം ഇത് സഞ്ചരിക്കുന്നത് വെറുതെ ഇങ്ങനത്തെ രീതിയിൽ നമ്മുടെ ഒരു എനർജി തലത്തിലല്ല, നട്ടൽ സ്പൈനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ കൂട്ടി നിർത്തി കഴിയുമ്പോൾ നമ്മുടെ ശ്വാസഗതി നിലയ്ക്കും. ശ്വാസഗതി ഇപ്പോൾ ഒരു വ്യക്തി ഒരു സെക്കൻഡിൽ 11-12 തവണ എടുക്കുന്നുണ്ട്, യോഗി ഒരു തവണയല്ലോ എടുക്കത്തുള്ളൂ. അത് മതി എന്നുള്ളതാണ്. അത് മതി എന്ന് വെച്ചാൽ ബോധം ആ തലത്തിലാണ് നിലനിർത്തുന്നത്. ഇപ്പം ഞാൻ ഭൂമി സമാധി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടെ ഒരു ശ്വാസം ഇല്ലെങ്കിൽ പോലും 3-4 ദിവസം ശ്വാസം ഇല്ലാതിരിക്കും, ഒരു ഭക്ഷണവും ഇല്ലാതിരിക്കും. ഇത് എൻ്റെ ചെറിയ കാര്യമാണ്, പക്ഷെ ഗതിസാധനയൊക്കെ ചെയ്യുന്ന ഒത്തിരി യോഗികളെ എനിക്കറിയാം. 6 മാസം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഗതിസാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനുണ്ടല്ലോ, തേനിൻ്റെ പശ കൊണ്ട് 2 മൂക്കുകളും അടയ്ക്കും, എന്നിട്ടാണ് അവർ ധ്യാനത്തിന് ഇരിക്കുന്നത്. ശ്വാസം വലിക്കുകയോ ഇല്ല, ഭക്ഷണം കഴിക്കുകയോ. ഇത് ജീവനാന്നുള്ള തിരിച്ചറിവിലാണ്. അവർ തന്നെ പരീക്ഷിക്കുകയാണ് അവർ ശിവനായോ എന്ന്. ശിവനായി കഴിഞ്ഞാലാണോ അങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നത്? അല്ല, അതൊക്കെ യോഗികളുടെ ഒരു ടെസ്റ്റിംഗ് ആണ് അവരെ തന്നെ നടത്തുന്നത്. ഇപ്പൊ ഭൂമി സമാധി ഇരിക്കുന്നു, അവരിയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ജീവനാന്നുള്ള പൂർണ്ണ ബോധത്തെ അവർക്ക് അറിയാനായിട്ടാണ്. അവരൊരു അമാനുഷികത കാണിക്കുകയല്ല അവിടെ.
അപ്പൊ ഈ ചോദ്യം അവിടുന്ന് ചോദിച്ചതുപോലും ദീക്ഷ എന്ന് പറയുന്നത് അതൊരു പറ്റിക്കലാണോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അല്ല, ദീക്ഷ ഒരു പറ്റിക്കലാണോ എന്നുള്ളതല്ല. നമ്മള് ഈ ചില മതങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനത്തെ ഇത് കാണാറുണ്ട്, ഇങ്ങനെ തൊടുമ്പോഴേക്കും ബോധം കിട്ടി വീഴും, നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലി വർക്ക് ആവുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്.